ജിബിൻ, ഗുഡ് മോർണിംഗ്. വിഷു ആശംസകൾ. ഒരു ഗംഭീര വിഷു ആയിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തിരക്ക് എത്രത്തോളം ഉണ്ട്? ഒരുപാട് പേര് എത്തുന്നുണ്ടോ? അവിടെ വിഷുവുമായി ബന്ധപ്പെട്ട് പ്രത്യേക ചടങ്ങുകളുണ്ടോ ഇന്നേ ദിവസം? മൂർത്തി, മറ്റെല്ലാ വർഷങ്ങളിലെയും പോലെ തന്നെ ഇന്ന് ഈ ഒരു വിഷു ദിവസവും കൃഷ്ണനെ കണ്ടുണർന്ന് എല്ലാവരും ഇവിടേക്ക്, തിരുവനന്തപുരത്തുള്ള ജനങ്ങളൊക്കെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തുകയാണ്. ഇവിടെ ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടി തന്നെ പ്രത്യേക പൂജകളൊക്കെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ ഭക്തജന തിരക്കാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല, കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പാണ് പൈങ്കുനി ഉത്സവത്തിൻ്റെ ആരംഭമൊക്കെ തന്നെ കുറിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഭക്തജനങ്ങളും ഇവിടേക്ക് എത്തുന്നുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുമ്പോൾ ഇവിടുന്ന് തിരുവനന്തപുരത്തെ ജനങ്ങൾ മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ തന്നെ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ നിന്നുള്ള ആളുകളൊക്കെ തന്നെ പൈങ്കുനി ഉത്സവത്തിൻ്റെ ഭാഗമായും കൂടി ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രം സന്ദർശിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു തിരക്കാണ് നമുക്ക് ഇവിടെ നിന്ന് അനുഭവപ്പെടുന്നത്. അതുമാത്രമല്ല, ക്ഷേത്രത്തിനുള്ളിൽ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിനുള്ളിൽ തന്നെ ശ്രീകൃഷ്ണനെ, കണ്ണനെ കണി കാണുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് കാണാനായിട്ടും ഇവിടെ നമ്മുടെ സമീപവാസികളായിട്ടുള്ള ജനങ്ങൾ ഇവിടെയാണ്. നല്ല ഒരു വിഷു ദിനം ആശംസിക്കുന്നു ജിബിന്. ഞാനൊന്ന് അഭിലാലിലേക്ക് പോകുന്നു. ആറന്മുളയിലെ അഭിലാലുണ്ട്. അഭിലാൽ, വിഷു ആശംസകൾ നേർന്നുകൊണ്ട് ചോദിക്കട്ടെ, ഇന്നത്തെ വിഷുദിനം ആറന്മുളയിൽ എങ്ങനെയുണ്ട്? തിരക്കുണ്ടോ? ഒരുപാട് ഭക്തജനങ്ങൾ വരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് അവിടെ. അപ്പോൾ ഇന്നത്തെ ഒരു അന്തരീക്ഷം മൊത്തത്തിൽ എങ്ങനെയുണ്ട്? മുൻ വർഷത്തെ അപേക്ഷിച്ച് ഇക്കുറി അല്പം കൂടി തിരക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് എനിക്ക് ഇവിടെ വന്ന ശേഷം ഈ മേഖല കണ്ടപ്പോൾ തോന്നുന്നത്. കാരണം അമ്പലത്തിൻ്റെ 4 പാടും ദർശനത്തിനായുള്ള ആളുകളുടെ ക്യൂ വ്യാപിച്ചിരിക്കുകയാണ്. അടുത്ത ഒരു 2 മണിക്കൂർ സമയം കൂടി നല്ല തിരക്ക് ഈ മേഖലയിൽ അനുഭവപ്പെടുന്നത് തന്നെയാണ് നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത്. ഇങ്ങോട്ടുള്ള വഴിയിൽ തന്നെ വാഹനങ്ങളുടെ വലിയ പാർക്കിംഗ് ഗ്രൗണ്ട് അടക്കം നിറഞ്ഞ ഒരു സ്ഥിതിയുണ്ട്. അങ്ങനെ വലിയ തോതിൽ ആളുകൾ ക്ഷേത്ര ദർശനത്തിന് എത്തുകയാണ്. ശബരിമല കഴിഞ്ഞാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിൽ വരുന്ന ജില്ലയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. വലിയ തിരക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുലർച്ചെ 5 മണിക്ക് നട തുറന്നത് മുതൽ ദർശനത്തിനുള്ള സൗകര്യമുണ്ട്. കണി ദർശനം 9 മണി വരെ തുടരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്.